നിങ്ങളൊന്ന് ഫ്രഷായതിന് ശേഷം നേരെ വാരണാസിയിലെ ഘട്ടുകൾ ഗംഗ ആരതി കാണണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് വാരണാസിയിലേക്ക് വന്നത്. പക്ഷേ ഈ കുംഭമേളയുടെ തിരക്ക് കാരണം ഗംഗ ആരതി നിർത്തിവെച്ചിരിക്കുക എന്നുള്ളൊരു ദുഃഖകരമായ സത്യം മനസ്സിലാക്കി. എന്നാൽ പിന്നെ ഘട്ടുകളൊക്കെ ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങുന്നു. മണികർണിക ഘട്ട്. ആദ്യം ഞങ്ങൾ മണികർണിക ഘട്ടിലേക്ക് പോകുന്നു. അവിടെയാണ് ശവശരീരങ്ങൾ കത്തിക്കുന്ന സ്ഥലം. 24 മണിക്കൂറും ശവശരീരങ്ങളെ കത്തിക്കുന്ന ഒരു ഏരിയയാണ് ഗംഗയുടെ തീരം. മരിച്ച ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് ഗംഗയിൽ സ്നാനം ചെയ്യിച്ച് മണികർണിക ഘട്ടിൽ കത്തിക്കുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ശരീരങ്ങൾ കത്തിക്കാനുള്ള വിറകുകളാണ് പോണ വഴിയിൽ മൊത്തം കാണുന്നത്. ഇതാണ് മണികർണിക ഘട്ട്. അപ്പോൾ അവിടെ നോർമലി മരിച്ച് കൊണ്ടുവരുന്ന ബോഡികൾ ആൾക്കാർ ഇങ്ങനെ ചുമന്നാണ് കൊണ്ടുവരുന്നത്. ചുമന്ന് കൊണ്ടുവന്നതിന് ശേഷം ഗംഗയിൽ കുളിപ്പിച്ചതിന് ശേഷം നേരെ ഇവിടെ കത്തിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് അവരെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ബോഡി കൊണ്ടുവന്ന് ഗംഗയിൽ കുളിപ്പിക്കുന്നു. അവർ നേരെ അത് മുകളിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് കത്തിക്കുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങളും അതിനെ ഫോളോ ചെയ്ത് അവർ വേറൊരു വഴിക്കാണ് പോകുന്നത്. ഞങ്ങൾ ഈ വഴിക്ക് അങ്ങോട്ട് മുകളിലേക്ക് കയറി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു മൂരി സീനുണ്ടാക്കുന്നുണ്ട്. ആളുകളൊക്കെ പേടിച്ച് ഓടുന്നുണ്ട്. ഞങ്ങൾ ഒന്ന് സംശയിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ഗംഗയുടെ തീരത്താണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ആ ബോഡികൾ കൊണ്ടുവന്നത്. ആ ബോഡി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 5, 6, 7 ബോഡികൾ ഒരേ സമയത്ത് അവിടെ കത്തുന്നത് നമുക്ക് കാണാം. ഇതാണ് മണികർണിക ഘട്ടിൽ. 24 മണിക്കൂറും ഇവിടെ ഇങ്ങനെ ബോഡികൾ എരിഞ്ഞുകൊണ്ടിരിക്കും. പച്ചമാംസം കരിയുന്നതിൻ്റെ മണം. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്ന് മനസ്സിലാക്കുന്നൊരു സ്ഥലം.